മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്ദ്യനായ VP അഹമ്മദ് ഹാജി അവർകളെ, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഈ നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തിരുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്, വേദിയിലുള്ള ഖത്തർ KMCCയുടെ സാരഥി സമദ് സാഹിബ്, മറ്റ് വേദിയിൽ സന്നിഹിതരായ നേതാക്കന്മാർ, സ്വാഗതം പറഞ്ഞ P. മൊയ്തു, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ KK മൊയ്തു മുസ്ലിയാർ തുടങ്ങി നിയോജക മണ്ഡലത്തിലെയും പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, നമ്മുടെ സൗഹൃദ പ്രതിനിധികളായി വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ സാരഥികൾ, ഈ ഓഫീസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അത്യധികം ആഹ്ലാദത്തോടും സന്തോഷത്തോടും സംബന്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിൽ ഇവിടെ ഒരു ലീഗ് ഓഫീസ് പണി പൂർത്തീകരിച്ച് ഇന്ന് അഭിവന്ദ്യനായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ആ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന മനോഹരമായ വേദിയിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം ലീഗ് ഓഫീസുകൾ ഒരു പ്രദേശത്ത് സൗകര്യപ്രദമായ ഒരു ലീഗ് ഓഫീസ് വരിക എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. പല പാർട്ടി ഓഫീസുകളും വരുമ്പോൾ അത് ആ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു അസ്വസ്ഥതയാകാം. അവിടെ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ ഭാവിയിൽ ആ രാജ്യത്ത്, ആ നാട്ടിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങൾ ഒക്കെ പലരെയും അസ്വസ്ഥപ്പെടുത്താം. എന്നാൽ നമുക്കൊരു കാര്യം തീർത്ത് പറയാൻ സാധിക്കും, ഒരു മുസ്ലിം ലീഗ് ഓഫീസ് ഒരു പ്രദേശത്ത് പ്രവർത്തനം തുടങ്ങിയാൽ അത് ആ നാടിന്, ആ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരാശ്വാസ കേന്ദ്രമായിരിക്കും ലീഗിൻ്റെ ഓഫീസുകൾ എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേര് ആവേശത്തിൻ്റേതാണ്, നമ്മളുടെ അന്തസ്സിൻ്റേതാണ്. ലീഗ് രാഷ്ട്രീയം, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇന്ത്യക്ക് നൽകിയ കരുത്തനായ നേതാവിൻ്റെ നാമധേയം എന്നും നമുക്ക് പ്രചോദനമാണ്. CH കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ വഹിക്കാത്ത പദവികളൊന്നുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, സ്പീക്കറായി, അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ, വിദ്യാഭ്യാസ മന്ത്രിയായി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, ഒരു വേള ധനകാര്യമന്ത്രിയായി, രാജ്യത്തിൻ്റെ നിയമസഭയിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച, അങ്ങനെ എല്ലാ മേഖലകളിലും കോർപ്പറേറ്ററായി തുടങ്ങി നിയമസഭാംഗമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലീഗ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് 2 സന്ദർഭങ്ങളിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി ഒക്കെ പ്രവർത്തിച്ച CH നമുക്ക് എക്കാലത്തെയും നേതാവാണ്. ആ CHൻ്റെ സ്മരണകളിലാണ് ഇവിടെ ഈ വടകര താലൂക്കിൽ, ഈ പഞ്ചായത്തിൽ ഈ ലീഗ് ഓഫീസ് ഇന്ന് തുടക്കം കുറിക്കുന്നത്, ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയം ഏറെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 948 മാർച്ച് മാസം 10-ാം തീയതി മദിരാശിലെ രാജാജി ഹാളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂഫി വര്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഈ രാഷ്ട്രീയം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ലീഗ് എടുത്ത നിലപാടുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
പ്രത്യേക വിവാഹ നിയമം വന്നപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി മാറിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ബി പോക്കറിൻ്റെ ശബ്ദം, അത് ഒറ്റപ്പെട്ട ശബ്ദമാണ്, ഒരാളുടെ ശബ്ദമാണ്. പക്ഷേ അത് അവഗണിക്കാൻ കഴിയില്ല, അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരിച്ചറിഞ്ഞ ആ കാലഘട്ടം തൊട്ട് 1952 ആദ്യത്തെ രാജ്യത്തെ പാർലമെൻറ്റ് തൊട്ട് ഇന്നോളം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ലീഗ് നടത്തിയ പോരാട്ടങ്ങൾ എന്നും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശരീഅത്തിനനുസൃതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ ബനാത്ത് വാല സാഹിബ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം, രാജീവ് ഗാന്ധി അത് അംഗീകരിച്ച ആ നിയമം നടപ്പാക്കുക വഴിയാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കാനുള്ള അവസരമുണ്ടായത്. ഇന്ന് ഇപ്പോഴും പലരും കഴുകന്മാരെ പോലെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്താ? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാജ്യത്ത് ഒരു പള്ളിയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഈ രാജ്യത്ത് ഒരു ആരാധനാലയം ക്ഷേത്രമാണെങ്കിൽ, ഈ രാജ്യത്ത് ഒരു ആരാധനാലയം ചർച്ചാണെങ്കിൽ, സിനഗോഗാണെങ്കിൽ അതിൻ്റെ സ്ഥിതി അതേപോലെ തുടരണം എന്ന ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്തുണ്ടാക്കിയത് 90കളിൽ മുസ്ലിം ലീഗിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോടതി പറഞ്ഞത്, ചെറിയ ചെറിയ കോടതികളൊക്കെ ആരെങ്കിലും ഒരു ഹർജിയുമായി വരുമ്പോൾ ആരാധനാലയങ്ങളുടെ സർവേ നടത്താൻ മെനക്കെടരുത്, അതെല്ലാം നിർത്തിവെക്കണം. ഇന്ത്യ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനൊരു നിയമമുണ്ട്. ആരുണ്ടാക്കിയതാ? 90കളിൽ ലീഗ് അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ വെച്ച നിർദ്ദേശമായിരുന്നു അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട നിയമം മൂലമാണ് രാജ്യത്ത് അന്ന് ബാബരി മസ്ജിദ് തർക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ അവകാശവാദങ്ങൾ മറ്റ് മസ്ജിദുകളുടെ മേൽ വരാതിരിക്കാനാണ് ലീഗ് ബുദ്ധിപൂർവം ആ നിർദ്ദേശം മുന്നോട്ട് വെച്ച് അത് രാജ്യത്തിൻ്റെ നിയമമാക്കി, ലോ ഓഫ് ദ ലാൻഡാക്കി നമ്മൾ മാറ്റിയത്. എന്നാൽ ഇന്ന് ആ നിയമം ദുർബലപ്പെടുത്താൻ വരെ പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഘ് പരിവാറിന് ഏറെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ആ നിയമം രാജ്യത്തുണ്ടായത് ലീഗിൻ്റെ പോരാട്ടത്തിലൂടെയാണ്. അങ്ങനെ കടന്നു വന്നാൽ ഇപ്പോൾ അവസാനം പൗരത്വ നിയമം വന്നു, വലിയ പ്രതിസന്ധിയായി. രാജ്യത്ത് എല്ലാവർക്കും പൗരത്വം നൽകും, പക്ഷേ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് പൗരത്വമില്ല. എന്താണ് സംഘ് പരിവാറിൻ്റെ താല്പര്യം? സംഘ് പരിവാറിൻ്റെ താല്പര്യം മുസ്ലിങ്ങൾ ഇവിടെ രണ്ടാം തരം പൗരന്മാരാണ്. അതവരുടെ അജണ്ടയാണ്, RSSൻ്റെ അജണ്ടയാണ്, ഗോൾവാൾക്കറുടെ പ്രത്യയശാസ്ത്രമാണ്. അത് നടപ്പാക്കുകയാണ്. അതാണ് ഈ വിവേചനപരമായ നിയമങ്ങൾ ഒന്നൊന്നായി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പൗരത്വം കൊടുക്കും, പക്ഷേ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കില്ല. 6 രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കുടിയേറി പാർത്ത ജനവിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും പൗരത്വം നൽകും. അതാണ് പൗരത്വ സംരക്ഷണ നിയമം, പൗരത്വ നിയമ ഭേദഗതി. നമ്മൾ പാർലമെൻറ്റിൽ പോരാടി, പാർലമെൻറ്റിൽ മൃഗീയ ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞ തവണ മോഡി അത് പാസ്സാക്കിയപ്പോൾ പിന്നെ പോരാടാനുള്ളത് പാർലമെൻറ്റിലാണ്. പാർലമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ നിയമത്തിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യാനുള്ളത് സുപ്രീം കോടതിയിലാണ്. ലീഗ് കോടതിയിൽ പോയി ഇന്ന് ആ കേസ് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് NRC NPR ഒക്കെ അവിടെ വഴിക്കിൽ നിന്നത്. അതിനിടയിൽ കോവിഡും വന്നു, അതിൻ്റെ അവരുടെ ആ അജണ്ടകൾ തൽക്കാലം നടക്കാതെ പോയി. ഇവിടെ പുതിയ സെൻസസ് നടത്താനും അതുവഴി പഴയ കാലത്തെ രേഖകളൊക്കെ ചോദിച്ച് NPRും NRCയും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തടയിട്ടതും ലീഗിൻ്റെ നിയമ പോരാട്ടമാണ്. ഏറ്റവും അവസാനം വഖഫ് നിയമ ഭേദഗതി വന്നു. നമ്മൾ കോഴിക്കോട്ട് വലിയ റാലി നടത്തി. മുമ്പ് പിണറായി വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വഖഫിൻ്റെ സ്വയംഭരണാധികാരം തകർക്കലാണ്. പിണറായി നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ ഇത് ഇന്ത്യയിലുടനീളം RSSകാരും സംഘപരിവാറും ചെയ്യും, അതുകൊണ്ട് അരുത് എന്ന് നമ്മൾ പറഞ്ഞ് 4-5 ദിവസം കൊണ്ട് ലീഗ് വിളിച്ച യോഗം, ലീഗ് വിളിച്ച സമ്മേളനം, കോഴിക്കോട് കടപ്പുറത്തൊരു മഹാസാഗരം സൃഷ്ടിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി
കേരള നിയമസഭയിൽ തന്നെ പിണറായിക്ക് തിരുത്തേണ്ടി വന്നു. വഖഫ് എന്നാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണെന്നോ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിത് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞങ്ങൾ അതിൻ്റെ പഴയ അവസ്ഥ തുടരാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് നിയമനം PSCക്ക് വിട്ട ഭേദഗതി അവസാനിപ്പിച്ചു, റദ്ദ് ചെയ്തു. അത് നമ്മുടെ ഒരു പോരാട്ടം. എന്നാൽ അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വഖഫിനെ ആകെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്താ ഇപ്പോഴത്തെ വഖഫ് നിയമ ഭേദഗതി? കോടാനുകോടിയുടെ സ്വത്തുക്കൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം രാജ്യത്തെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച, ദൈവത്തിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച സ്വത്താണ് വഖഫ് സ്വത്തുക്കൾ. അത് മതപരമായ കാര്യങ്ങൾ പരിപാലിക്കാനാണ്. പള്ളി ഉണ്ടാകും, മദ്രസ ഉണ്ടാകും, മുസാഫിർ ഖാന ഉണ്ടാകും, ഹജ്ജ് ക്യാമ്പ് നടത്തുന്ന ഹജ്ജ് ഹൗസുകൾ ഉണ്ടാകും, അതുപോലെ ഒട്ടനവധി സംഗതികൾ, ധർമ്മശാലകൾ ഉണ്ടാകും, മതം പഠിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകും, ദാറുൽ ഉലൂമുകൾ ഉണ്ടാകും. 8 ലക്ഷം വഹകൾ ഇന്ത്യയിലുടനീളം വഖഫിൻ്റെതായിട്ടുണ്ട്. 8 ലക്ഷം കോടിയിൽ പരം ഉറുപ്പികയുടെ ആസ്തി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ വലിയ സംഖ്യ. അതാണ് വഖഫ് സ്വത്തുക്കളുടെ വ്യാപ്തി. എന്താണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് അതിനെയൊക്കെ അനാഥമാക്കുക. ആദ്യത്തെ നിയമ ഭേദഗതി എന്താണ്? ആദ്യത്തെ നിയമ ഭേദഗതി ബൈ യൂസ്, ഉപയോഗത്തിലൂടെ വഖഫായി മാറിയ കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോരുത്തർ അവനവൻ്റെ കയ്യിലുള്ള സ്ഥലം അല്ലെങ്കിൽ വഹകൾ ഞാൻ വഖഫാണ് എന്ന് പ്രഖ്യാപിക്കും. അതിന് ആധാരവും രേഖയൊന്നും ഉണ്ടാവില്ല. 1700കളിലും 800കളിലും 900ലും ഒക്കെ കൊടുത്തതായിരിക്കും. അതങ്ങനെ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നതാണ്. ഇപ്പൊ ഡൽഹി ജുമാ മസ്ജിദ് അടക്കം അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഡൽഹി ജുമാ മസ്ജിദ് പോലെ ഇന്ത്യയുടെ എല്ലാ പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ധാരാളം വഖഫ് സ്വത്തുക്കളുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ബഹുസ്വരതയുടെ ചില പ്രതിഫലനങ്ങൾ കൂടിയാണ് പലതും. ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ്, താജ്മഹൽ, ഹൈദരാബാദിലേക്ക് വന്ന ചാർമിനാർ, ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ
മുഗൾ ഭരണത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ, ചില ബാക്കി പത്രങ്ങൾ ഉണ്ട്. അതൊക്കെയാണ് ഇവരെ അസ്വസ്ഥമാക്കുന്നത്. അതിനൊക്കെ രേഖ ചോദിച്ചാൽ രേഖ ഉണ്ടാവില്ല. കാലങ്ങളായി അങ്ങനെ ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പം ഇതൊക്കെ രേഖയില്ല എന്ന് പറഞ്ഞ് ബുൾഡോസർ രാജിൻ്റെ കാലത്ത് ഇതെല്ലാം പൊളിച്ചു മാറ്റി ഇവിടെ ഒരു സാംസ്കാരിക അധിനിവേശം നടത്തുക എന്നത് കൂടി വഖഫ് നിയമ ഭേദഗതിയുടെ പിന്നിലെ ഒരു ഒളിയ അജണ്ടയാണ്. ഇത്തരം ഈ രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരുപാട് ഇതുപോലുള്ള സ്മാരകങ്ങളുണ്ട്. അതുകൂടി ഇടിച്ചു പൊളിക്കുക, തകർക്കുക എന്നത് സംഘപരിവാറിൻ്റെ ഒരു ദുരുദ്ദേശം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും വഖഫായിട്ട് കാണാൻ പറ്റില്ല. അതിന് അടിസ്ഥാനപരമായി രേഖ വേണം, ആധാരം വേണം, പ്രമാണം വേണം. ഇതാണ് ഒരു ഭേദഗതി. അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ കോടാനുകോടി, ഞാൻ പറഞ്ഞ ഈ 8 ലക്ഷം വഹകളിൽ പലതും അസ്ഥിരപ്പെടുത്താൻ അതുവഴി സംഘപരിവാറിന് കഴിയും. അതാണ് അവരുടെ ഒരു ഗൂഢതന്ത്രം. മറ്റ് അങ്ങനെ പല സംഗതികളും, അതിൻ്റെ കമ്മിറ്റികൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മഹല്ലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന മുസ്ലിം അംഗങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേറെ അവകാശവാദമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ ഒരു മുസ്ലിമിനെ വെക്കണം, ഒരു ഓഫീസർ പോലും മുസ്ലിം ആകണം എന്ന് നമുക്ക് വാദമില്ല. കാരണം അത് അറിയുന്നവരത് കൈകാര്യം ചെയ്താൽ മതി, അതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ അത് ചെയ്താൽ മതി. പക്ഷേ നരേന്ദ്രമോദി ഈ നിയമ ഭേദഗതിയിൽ പറയുന്നത് വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും 2 അമുസ്ലിങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൻ്റെ മുഖ്യ ഓഫീസർ വരെ അമുസ്ലിമിന് ആകാവുന്നതാണ്. അതെന്തിനാ? ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാവണം. ഇത് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ മുസ്ലിങ്ങൾ ന്യായമായും എതിർക്കും. എതിർത്താൽ അത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണമാക്കി മാറ്റണം. അതാണ് അവരുടെ ഒരു ഗൂഢതന്ത്രം. അല്ലാതെ ഇവിടുത്തെ ഒരു ഹൈന്ദവ സഹോദരനും വഖഫ് ഞങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന ഒരു വാദമില്ല. പക്ഷേ ഇവർ വാദം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം ഛിദ്രത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം. പിന്നെ ഒരാൾ മുസ്ലിമായി 5 കൊല്ലം കഴിഞ്ഞിട്ട് സമർപ്പിക്കുന്ന ഭൂമി മാത്രമേ, സമർപ്പിക്കുന്ന സ്വത്ത് മാത്രമേ വഖഫായി പരിഗണിക്കാൻ പറ്റൂ. അതിനെവിടെ തെളിവ്? ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ മുസ്ലിമായാൽ അയാൾക്ക് ആ ദിവസം മുതൽ മുസ്ലിം ആരാധനാലയ കർമ്മങ്ങൾ, മുസ്ലിം ആരാധനകൾ ഒക്കെ നിർവഹിക്കാം. പക്ഷെ 5 കൊല്ലം തികഞ്ഞതിന് ശേഷം സമർപ്പിക്കുന്ന സ്വത്തുക്കളെ വഖഫായി കണക്കാക്കാൻ പറ്റൂ എന്നാണ് പുതിയ ഭേദഗതി. അങ്ങനെ വന്നാൽ ഇതൊക്കെ ഈ നിയമ തടസ്സങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞ സ്വത്തുക്കളെ മുഴുവനും അന്യാധീനപ്പെടുത്തി ഈ രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ കാണുന്ന ഈ ചിഹ്നങ്ങളെ മുഴുവനും തകർക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വഖഫ് നിയമ ഭേദഗതി. അങ്ങനെ ഒട്ടനവധി സംഗതികളുണ്ട്. അപ്പോൾ ഇപ്പം രാജ്യത്ത് വഖഫ് തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. എന്താ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ? അതൊരു കോടതിയാണ്. എന്നാൽ അത് മാറ്റി വഖഫ് തർക്കം, ഒരു സംഗതി വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഇവരുടെ ഭേദഗതി പ്രകാരം ജില്ലാ കളക്ടറാണ്. അപ്പം എന്തായിരിക്കും അതിൻ്റെ സ്വഭാവം? കേരളത്തിലെ കളക്ടറും ഇവിടുത്തെ പ്രബുദ്ധത ഒക്കെ വെച്ച് നമുക്കത് നോക്കാം. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലല്ല. ജില്ലാ കളക്ടർ ഒരു സംഗതി വഖഫാണോ അല്ലേ, ഒരു മദ്രസ നിൽക്കുന്ന സ്ഥലം, ഒരു ദാറുൽ ഉലൂം നിൽക്കുന്ന സ്ഥലം, അത് വഖഫാണോ അല്ലേ എന്ന് കോടതി അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പരിശോധിക്കുന്നതും ഒരു ജില്ലാ കളക്ടർ തീർപ്പ് കൽപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവർ അത് ജില്ലാ കളക്ടർ തീർപ്പ് കൽപ്പിക്കുന്നതാക്കി മാറ്റി. അങ്ങനെ ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താൻ ശ്രമമുണ്ടായപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ പോരാടി എല്ലാ മതേതര പ്രസ്ഥാനങ്ങളെയും നമ്മളെ വഴിക്ക് കൊണ്ടുവന്നു. നമ്മളിവിടെ കാണേണ്ട ഒരു സംഗതി, നിയമം അവർ പാസ്സാക്കിയെങ്കിലും നിയമം പാസ്സാക്കിയത് 56 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ്. 56 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തി. കഴിഞ്ഞ കാലങ്ങളിലൊന്നും പാർലമെൻറ്റിൽ ഇത്തരം നിയമങ്ങൾ വന്നാൽ ദോശ ചുട്ടെടുക്കും പോലെ എന്ന് നമ്മൾ പറയാറില്ല, അങ്ങനെ ചുട്ടെടുക്കുകയായിരുന്നു. എന്നാൽ ഈ വഖഫ് നിയമം ആദ്യം വന്നപ്പോൾ നമ്മൾ എതിർത്ത് അതൊരു ആലോചനാ കമ്മിറ്റിക്ക് വിട്ടു. അതാണ് JPC. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെയും വരുന്നത്. എന്നിട്ടോ പാർലമെൻറ്റിൽ രാത്രി പുലരുവോളം ചർച്ചയുണ്ടായി. നമ്മളെപ്പോലെ തന്നെ, നമ്മളെക്കാൾ ഊർജ്ജസ്വലതയോടെ മറ്റ് മതേതര പ്രസ്ഥാനങ്ങൾ നമുക്ക് വേണ്ടി വാദിച്ചു. ഈ ചെയ്യാൻ പോണത് ശരിയല്ല, ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശങ്ങളുടെ മേൽ കൈവെക്കലാണ് എന്ന് എല്ലാ പാർട്ടികളും സംസാരിച്ച് സമർത്ഥിച്ചു. എന്നിട്ടോ
56 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ലോകസഭയിൽ അവർക്കത് പാസ്സാക്കാൻ സാധിച്ചത്. അതും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടായിരുന്നു. നിതീഷ് കുമാർ വിട്ടുനിൽക്കുമോ, അതുപോലെ ചന്ദ്രബാബു നായിഡു മാറി നിൽക്കുമോ? അപ്പോൾ ഇന്നത്തെ സംഘപരിവാറിനെ കുറേ മെലിയിപ്പിക്കാൻ, അവരെ കുറേ ചെറുതാക്കാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് സാധിച്ചപ്പോൾ നമ്മുടെ പോരാട്ടത്തിൻ്റെ ഒരു പരിധിവരെയുള്ള വിജയമാണത്. എന്നാൽ അത് പൂർത്തിയായിട്ടില്ല. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗ് ഉൾപ്പെടെയുള്ള മതേതര പ്രസ്ഥാനങ്ങളുടെ പോരാട്ടം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കാത്തു നിൽക്കണം. പക്ഷെ അതിനിടയിൽ ഇതുപോലുള്ള പോരാട്ടങ്ങൾ. എന്നിട്ടോ നിങ്ങൾ വഖഫ് നിയമം പാസ്സാക്കി, നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞോ? ഞങ്ങൾ കോടതി പോയി, ലീഗ് കോടതി പോയി, മറ്റ് സംഘടനകൾ കോടതി പോയി. കോടതി അതിൽ ഉത്തരവിട്ടു. എന്താ പറഞ്ഞത്? നടപ്പാക്കാൻ വരട്ടെ, ഞങ്ങളുടെ വിജയമാണത്. പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം വളരെ അപൂർവമായിട്ടേ കോടതി നിൽക്ക് നടപ്പാക്കാൻ വരട്ടെ എന്ന് പറയാറുള്ളൂ. പറഞ്ഞു ഒന്നിൻ്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല, ഒരു കൗൺസിലിലേക്ക് നിങ്ങൾ പുതിയ ആളെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പാസ്സാക്കിയ ഭേദഗതി നടപ്പാക്കാൻ ഇപ്പൊ കോടതിയുടെ അനുവാദമില്ല എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളുടെ ലീഗ് ഉൾപ്പെടെ നേതൃത്വം നൽകിയ നിയമ പോരാട്ടത്തിൻ്റെ വിജയമാണ്. താൽക്കാലികമായെങ്കിലും നമുക്ക് ഈ മതേതര രാജ്യത്ത് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളിലും അത് 1952 പ്രഥമ പാർലമെന്റ് തൊട്ട് ഇന്ന് ഏറെ തീക്ഷ്ണമായ ഈ നരേന്ദ്രമോദിയുടെ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭരണകാലത്തും അതിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. തീർത്തും മതേതരമായ വഴികളിലൂടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ്. അത് പലർക്കും സഹിക്കാറില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ്. കാശ്മീരിൻ്റെ മനോഹരമായ താഴ്വരയിൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ചില തീവ്രവാദികൾ നടത്തിയ തോന്നിവാസം, നിഷ്കളങ്കരായ പാവപ്പെട്ട 28 തീർത്ഥാടകരെ നിഷ്കരണം, രാജ്യം കാണാൻ വന്ന ടൂറിസ്റ്റുകളെ നിഷ്കരണം വെടിവെച്ചു കൊന്നു. എന്നിട്ട് അവിടെ ചില ഇസ്ലാമിക പ്രകടനങ്ങൾ. ഇതാരെ സഹായിക്കാനാണ്? ലീഗ് ഒരു കാലത്തും അത് അംഗീകരിച്ചിട്ടില്ല. ഒരു കാലത്തും തീവ്രവാദത്തെ, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റു പലരും മറ്റു പല രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി തരാതരം പോലെ ഇവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പതിപ്പുകൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവരോടും പോരാടിയത് യൂത്ത് ലീഗാണ്, മുസ്ലിം ലീഗാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മാനവ സമൂഹത്തിലും ഇത്തരം തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഭൂഷണമല്ല. ഇപ്പം അത് രാഷ്ട്രീയമായ പ്രചരണങ്ങൾക്ക് വരെ ഉപയോഗപ്പെടുത്താം. അപ്പം അതുകൊണ്ട് തന്നെ അതിനേറ്റവും ശക്തമായി അപലപിച്ചതും മുസ്ലിം ലീഗ് തന്നെയാണ്. ഈ സംഭവം മാത്രമല്ല, ഇതുപോലുള്ള ഏത് തീവ്രവാദ പ്രവർത്തനത്തെയും വളരെ ചെറിയ തോതിൽ നമ്മുടെ നാട്ടിൽ നാമ്പെടുത്ത അത്തരം പ്രസ്ഥാനങ്ങളെപ്പോലും അതിനിശിതമായി വിമർശിച്ചതും അവർക്ക് ഈ നാട്ടിൽ വേരോട്ടമില്ലാതെ പോയതും ഒക്കെ ലീഗിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഈ വളരെ കൃത്യമായി നമുക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അന്തസ്സാർന്ന ജീവിതത്തിന് വേണ്ടി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ദി ഹോണറബിൾ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ പടപൊരുതും. എങ്ങനെ? എല്ലാ മതേതര വിശ്വാസികളെയും കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ പോരാടും. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ച് ഒരാൾക്കും യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമില്ല. എന്നാൽ ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും CPM-നും ഞങ്ങളെക്കുറിച്ച് ചില പുതിയ വർത്തമാനങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തകർന്ന് തരിപ്പണായല്ലോ. അപ്പോൾ നിങ്ങൾ ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇത് വടകരയാണ്, വടകര പാർലമെൻറ്റ് മണ്ഡലമാണ്. തീക്ഷ്ണമായ പ്രചരണ ഘട്ടത്തിൽ ഞാൻ ഷാഫിയുടെ ഒരു പ്രചരണ പരിപാടിക്ക് വന്നപ്പോൾ അന്ന് പാറക്കലുണ്ട്, ഞങ്ങളൊക്കെ കണ്ടതാണത്. ഇവിടുത്തെ ഒരു ആവേശവും നിങ്ങളുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും. എന്നിട്ടോ അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ യൂത്ത് ലീഗുകാരൻ കാസിം പറഞ്ഞു ശൈലജ ടീച്ചർ കാഫിറാണെന്ന് അല്ലേ, അതുകൊണ്ട് കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന്. നാണം കെട്ടില്ലടോ സഖാക്കളെ, നിങ്ങൾ നാണം കെട്ടില്ലേ?
ഞങ്ങളൊരു കാലത്തും അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്നവർക്കതറിയാം, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല. എന്നിട്ട് അങ്ങനെ നിങ്ങൾ വ്യാജപ്രചരണം സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യം പോലീസിൽ പരാതിയുമായി പോയത് പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ കാസിമിനെ കൊണ്ടാണ് പരാതി കൊടുപ്പിച്ചത്. കോടതികൾ പറഞ്ഞില്ലേ, പോലീസ് പറഞ്ഞില്ലേ അത് കാസിം ചെയ്തതല്ല, ലീഗ് അത് ചെയ്യൂല. ലീഗ് നിങ്ങൾ എന്താ പറയുന്നത്, ഇവിടെ ഷാഫി ആയതുകൊണ്ട് ഞങ്ങൾ സജീവമായി ഞങ്ങൾ പറയുന്നത് അല്ല. ഇവിടെ മുരളി മത്സരിച്ചപ്പോഴും മുല്ലപ്പള്ളി മത്സരിച്ചപ്പോഴും വടകരയിൽ ഇതിനു മുമ്പിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുമ്പിലും ജീവൻ കൊടുത്ത് മുന്നിൽ നിന്നത് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകന്മാരാണ്. അത് ഷാഫി ആയതുകൊണ്ട് മാത്രമല്ല. എന്നാൽ ഇതിൻ്റെ അപ്പുറത്താരാ മത്സരിച്ചത്? കോഴിക്കോട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വർഗീയത എത്തിക്കാൻ നോക്കിയില്ലേ? കരീംക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു കരീംക ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ രാഘവേട്ടൻ്റെ കൂടെയാണെന്നാണ് കോഴിക്കോട്ടെ ലീഗുകാർ പ്രഖ്യാപിച്ചത് അല്ലേ? ലക്ഷക്കണക്കിന് വോട്ടിന് ഞങ്ങൾ രാഘവേട്ടനെ വിജയിപ്പിച്ചില്ലേ? ഇപ്പോഴല്ല, ഇതിനു മുമ്പ് നിങ്ങൾ ഈ കളി കളിച്ചിട്ടുണ്ട്. CM ഇബ്രാഹിമിനെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഇയാൾ നല്ല മുസൽമാനാണ്, 5 നേരം നമസ്കരിക്കുന്നു. നിസ്കരിച്ചോട്ടെ, മുസ്ലിങ്ങൾ 5 നേരം നമസ്കരിക്കണം, പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. ഫർളും സുന്നത്തൊക്കെ നിസ്കരിച്ചോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. CM ഇബ്രാഹിമിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. അന്ന് ഇബ്രാഹിമിനെതിരെ മത്സരിച്ചത് എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന K കരുണാകരൻ്റെ പുത്രൻ K മുരളീധരനാണ്. ഞങ്ങൾ മുരളിയുടെ കൂടെയാണ് നിന്നത്. നിങ്ങൾ പറയുന്ന ഈ കാഫിറുകളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ ഭാഷയല്ല. ഞാൻ നിയമസഭയിലും പിണറായിയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാഷയിലെ കാഫിറുകൾ, അവരുടെ പെട്ടി നിറക്കാനാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് പ്രവർത്തകന്മാർ രാവില്ലാതെ പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തത്. നാണം കെട്ടില്ലേ നിങ്ങൾ? ഈ വടകരയുടെ മണ്ണിൽ ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം CPM-ന് നാണക്കേടല്ലേ? നിങ്ങളുടെ സമരഭൂമികകളിലാണ് UDF വിജയത്തിൻ്റെ വെന്നിക്കൊടി ഷാഫി എന്ന ചെറുപ്പക്കാരനെയും വെച്ച് പാറിപ്പറപ്പിച്ചത്. നാണക്കെട്ട പരാജയമാണ് നിങ്ങൾക്കുണ്ടായത്. എന്നിട്ടോ അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തോറ്റ് തൊപ്പിയിട്ട തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മേൽ കുതിര കയറുകയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ ആരെ പ്രീതിപ്പെടുത്താനാണ് ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്? മലപ്പുറത്താണ്, കോഴിക്കോട് എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം വരുന്നത്. അങ്ങനെ സ്വർണം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, അത് പിടിക്കേണ്ട പണി കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ്. അപ്പണി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം അല്ലേ? കോഴിക്കോട്ട് എയർപോർട്ടിൽ സ്വർണം വരുന്നതിന് ലീഗ് എന്ത് പഴിച്ചു? കോഴിക്കോട്ട് എയർപോർട്ടിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം വരുന്നത് കോഴിക്കോട്ട് എയർപോർട്ടിലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കണക്കോ നിജസ്ഥിതിയോ ഡാറ്റകളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് പിടിക്കേണ്ട പണി ലീഗിൻ്റെ പണിയല്ല, അത് പിടിക്കേണ്ട പണി കേരളം ഭരിക്കുന്നത് പിണറായിയാണ്, പിണറായിയുടെ പോലീസാണ് ആഭ്യന്തരം. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, നിങ്ങളുടെ സംവിധാനമാണ്. നിങ്ങൾ നോക്കണം, അത് നിങ്ങളുടെ പിടിപ്പുകേടാണ്. പക്ഷേ നിങ്ങൾ വർഗീയ പ്രചരണത്തിന് വേണ്ടി ആര് കേൾക്കാനാ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയത്? ദ ഹിന്ദു പത്രത്തിന് പ്രത്യേകമായി അഭിമുഖം കൊടുത്തത്. എന്നിട്ട് നിങ്ങളൊരു വർത്തമാനം കൂടി പിണറായി പറഞ്ഞു, ആ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്ത് ദേശവിരുദ്ധ പ്രവർത്തനം? അപ്പം BJP പറയുന്ന മുദ്രാവാക്യം അവർ കേൾക്കുന്ന ഭാഷയിൽ അവരുള്ള നാട്ടിൽ അവരുടെ നേതാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അങ്ങനെ പിന്നെ അതിൻ്റെ താഴെയുള്ളവരൊക്കെ അത് പറയാൻ തുടങ്ങി അല്ലേ? വിജയരാഘവൻ പറഞ്ഞു വയനാട്ടിലെ വിജയം, പ്രിയങ്കാ ഗാന്ധിയുടെ ഉജ്ജ്വലമായ വിജയം ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ വിജയരാഘവൻ പറഞ്ഞു, വിജയരാഘവൻ അല്ലെങ്കിലും ഇത്തരം പ്രസ്താവനകൾക്ക് പേരുകേട്ട കുപ്രസിദ്ധി ആർജിച്ച ആളാണ്. വിജയരാഘവൻ പറഞ്ഞു വയനാട്ടിലെ പ്രിയങ്കയുടെ വിജയത്തിൻ്റെ മുന്നിലും പിന്നിലും മുസ്ലിം വർഗീയതയുടെ മോശമായ പ്രകടനം കണ്ടു. മൂപ്പരെ ഭാഷ അങ്ങനെയാണ്, ബുദ്ധിജീവിയാണ്, സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മുസ്ലിം വർഗീയതയുടെ മോശമായ പ്രകടനം കണ്ടു. ആരാത്? ഞങ്ങളെ പച്ചക്കൊടി മുന്നിലും പിന്നിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ജനകീയ വികാരമാണ്, ജനങ്ങളുടെ തിരിച്ചറിവാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? നാട്ടുകാർ വോട്ട് വെറുതെ വേസ്റ്റ് ആക്കൂ. 3-4 അംഗങ്ങളെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് കോൺഗ്രസിനെതിരെ മത്സരിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കാൻ പോവാണ് അല്ലേ?
അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വേറെ ഒരു രാഷ്ട്രീയമായ മാർഗമില്ല. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ നിങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. അതുകൊണ്ട് അത് വർഗീയതയല്ല, അത് വിവേകമാണ്. ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകൃതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തുവെങ്കിൽ അത് രാഷ്ട്രീയ വിവേകമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അത് വർഗീയതയല്ല. നിങ്ങൾക്ക് കിട്ടാഞ്ഞാലൊക്കെ വർഗീയത. നിങ്ങൾക്ക് അനുകൂലമായി ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായാൽ അത് വലിയ സ്വർഗീയത. അപ്പോൾ അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏശാൻ പോകുന്നില്ല. ഇവിടെ നമുക്കറിയാം, കേരളം ഇന്നത്തെ ഭരണം എല്ലാ നിലക്കും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആശുപത്രികളിൽ മരുന്നില്ല. സ്കൂളിലിപ്പോൾ മാഷന്മാരൊക്കെ എഴുതി കൊടുക്കുക ഞങ്ങൾക്ക് ആർക്കും ഹെഡ്മാഷ് ആവണ്ടെന്ന്. എന്താ ഹെഡ്മാഷായാൽ? ഹെഡ്മാഷായ ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടി വരും. ഉച്ചക്കഞ്ഞിൻ്റെ കാശ് ഈ മാഷ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അയാളെ പെൻഷനും പോകും, പ്രോവിഡന്റ് ഫണ്ടും പോകും. അപ്പോൾ എല്ലാ മാഷന്മാരും ഒരു അധ്യാപകൻ്റെ സ്വപ്നമാണ് അധ്യാപന ജീവിതത്തിൻ്റെ അവസാനം കുറച്ച് കാലം ഹെഡ് മാസ്റ്ററായിട്ട് ജീവിച്ച് അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത്. പക്ഷെ ആരും ഹെഡ് മാസ്റ്റർ ആകാൻ തയ്യാറാണില്ല. പിണറായിയുടെ ഭരണത്തിൻ്റെ മെച്ചാണത്. പെൻഷനെക്കുറിച്ച് വല്ലാതെ ഗീർവാണ പ്രസംഗം നടത്തിയിരുന്നവരാണ് നിങ്ങൾ. എവിടെ പെൻഷൻ കൊടുക്കണം? മാസങ്ങളായിട്ട് പെൻഷൻ കുടിശ്ശികയാണ്. കേരളം കടക്കെണിയിലാണ്. കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും കൂടി വാങ്ങിക്കൂട്ടിയ കടം 1.5 ലക്ഷം കോടിയായിരുന്നു. 957 EMS ഗവൺമെൻറ് തൊട്ട് 2016 അവസാനിച്ച ഉമ്മൻചാണ്ടി സർക്കാർ വരെ വാങ്ങിയ കടം, കേന്ദ്രത്തിൽ നിന്നും മറ്റും എടുത്ത കടം 1.5 ലക്ഷം കോടിയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ കടം എത്രയാണെന്ന് അറിയോ നിങ്ങൾ? കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 4.5 ലക്ഷം കോടിയും ഈ 9 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എടുത്ത കടമാണ്. ആ കടമെടുത്തിട്ട് ദൂർത്തല്ലേ? ഈ നാടിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ 4ാം വാർഷികാഘോഷമാണ്. രാജ്യം മുഴുവനും പിണറായിയുടെ ഭയങ്കര ഫ്ലെക്സ് ബോർഡ്. എല്ലാ ജില്ലകളിലും ഇപ്പം ഞാൻ വരുമ്പോൾ കോഴിക്കോട്ട് ചില സർക്കാർ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ചോദിച്ചു എന്താ കാര്യമെന്ന്. അവിടെ ബീച്ചിൽ വലിയ ഫെസ്റ്റിവലാണ്, 4ാം വാർഷികം. കേരളം മാറി, കേരളത്തിൽ വലിയ മാറ്റം. എന്ത് മാറ്റം? 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മോഡിയെ കൊണ്ടുവന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി അല്ലേ? ആരാ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയത്? വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം കൊണ്ടുവന്നത്, അത് ദൃഢനിശ്ചയത്തോടു കൂടി അതിന് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആ പേര് പോലും അവിടെ പറഞ്ഞില്ല. ഉമ്മൻചാണ്ടി 2011 മുതൽ 16 വരെയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നക്ഷത്ര പദ്ധതികൾ ഉണ്ടായിരുന്നു, നവഗ്രഹ പദ്ധതികൾ. അതിൽപ്പെട്ട ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളുടെയും ഹെഡായി, അതിൻ്റെ ക്യാപ്റ്റനായി വിഴിഞ്ഞം വരും. വലിയ തോതിലുള്ള ചരക്ക് നീക്കങ്ങൾ ഉണ്ടാകും. കേരളത്തിന് വലിയ സാമ്പത്തിക മെച്ചമുള്ള, കേരളം സാമ്പത്തികമായി വലിയ ഉന്നതി നേടുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറും. ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? അന്ന് നിങ്ങൾ പറഞ്ഞത് 6000 കോടിയുടെ അഴിമതിയാണ് ഇതിൽ നടക്കാൻ പോണെന്നാണ്. ആകെ 8000 കോടിയുടെ പദ്ധതിയാണ്, കേന്ദ്രവും കേരളം കൂടി. അന്ന് അഴിമതി പറഞ്ഞതിനെ അവസാനിപ്പിക്കാൻ നോക്കി. ഉമ്മൻചാണ്ടിയുടെ പ്രസംഗത്തിൻ്റെ ശകലങ്ങൾ ഇപ്പോഴും നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിക്കുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഒരു പദ്ധതിയെ മുടക്കാൻ ഇങ്ങനെ നിങ്ങൾ അഴിമതി എന്ന് പറയരുത്. അങ്ങനെ നമ്മൾ തുടങ്ങിയ പദ്ധതി. അന്ന് നിങ്ങൾക്ക് അദാനി ആരായിരുന്നു? അന്ന് നിങ്ങൾക്ക് അദാനി കടൽ കൊള്ളക്കാരനാണ്. ഇന്നോ നിങ്ങൾ സ്വാഗതം പറയുമ്പോൾ മന്ത്രി വാസവൻ പറഞ്ഞത് നമ്മുടെ പാർട്ട്ണർ അദാനിന്നാ. എന്നിട്ട് മോഡി അതിനെ കളിയാക്കി. എന്താ മോഡി കളിയാക്കിയത്? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ആരാ അദാനി? അദാനി ഒരു പൊളിഞ്ഞ കമ്പനിയായിട്ട് നടക്കുന്ന ആളായിരുന്നു. എന്ന് 2014 മോഡി അധികാരത്തിൽ വരുന്നത് വരെ. പിന്നെ ഇന്ത്യയുടെ എല്ലാ വാതായനങ്ങളും യാതൊരുവിധ ടെൻഡറുമില്ലാതെ ഈ മനുഷ്യന് തുറന്നു കൊടുത്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരാൾ, ലോകത്തെ മുതലാളിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദാനി. ആ മോഡിയുടെ ഇഷ്ടപുത്രൻ അദാനിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രസംഗിക്കുകയാണ് ഈ വേളയിൽ. എന്ത്? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പൂർത്തീകരിച്ച സംഗതി
അന്ന് കടൽ കൊള്ളക്കാരനായ അദാനിയെ നമ്മുടെ പങ്കാളിയായ അദാനി, നമ്മുടെ പങ്കാളിയായ മഹാനായ അദാനി എന്നാണ് അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി നിങ്ങളുടേതല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കൊച്ചിൻ മെട്രോ ഉമ്മൻചാണ്ടി ആ കാലത്ത് തുടങ്ങിയാണത്. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞു. അന്നും നിങ്ങൾ മോഡിയെ കൊണ്ടുവന്നു അല്ലേ? ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ദൃഢനിശ്ചയമായിരുന്നു ആ പദ്ധതി. ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങിയത്, ഈ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകളിൽ അടുത്തടുത്ത് കോളേജ് തുടങ്ങിയത് ഒക്കെ ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്. അതിനെ ഗീബൽസിയൻ നുണപ്രയോഗങ്ങളിലൂടെ ആ സർക്കാരിനെ നിങ്ങൾ അട്ടിമറിച്ചു. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ, വികസനത്തിൻ്റെ ചരിത്രത്തിലെ രജതരേഖയാണ് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ആ നേട്ടങ്ങളെ കേരളത്തിലുള്ളൂ. കണ്ണൂർ എയർപോർട്ട് പണി പൂർത്തിയാക്കിയതും ആദ്യ വിമാനം ഇറങ്ങിയതും നമ്മളെ കാലത്താണ്. അങ്ങനെ പലതും നമുക്ക് കാണാം. ഈ ഗവൺമെൻറ്റിൽ നടക്കുന്നത് കൊടിയ അഴിമതിയാണ്. എന്താ സ്ഥിതി? മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. നാണോ മാനോ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോണ്ടേ? എന്താ മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെയുള്ള കേസ്? സേവനം നൽകാതെ പണം കൈപ്പറ്റി. മുഖ്യമന്ത്രിയുടെ മോൾക്കൊരു കമ്പനിയുണ്ട്, എക്സാലോജിക്. ഇവിടെ കരിമണൽ കർത്തയുടെ കമ്പനിയുണ്ട്, CMRLD. ഈ CMRLDയിൽ നിന്ന് എല്ലാ മാസവും മുഖ്യമന്ത്രിയുടെ മോളുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം ഉറുപ്പിയും അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം ഉറുപ്പിയും പോകും. പകരം മുഖ്യമന്ത്രിയുടെ മോളോ CMRLDയോ അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയോ എന്ത് സേവനമായി ഇങ്ങോട്ട് കൊടുക്കണത്? ഒന്നും കൊടുക്കണില്ല. എന്തെങ്കിലും സേവനം ഇവരുടെ കമ്പനി അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു കമ്പനിയല്ല, അതൊരു പേരിനുള്ള തട്ടിക്കൂട്ട് കമ്പനിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സൗകര്യം കിട്ടാനാണ് ഈ പണം വീണ വിജയൻ വാങ്ങുന്നത് എന്നതാണ് SFIOയുടെ കേസ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. MM മണിയൊക്കെ ആദ്യം വിചാരിച്ച് SFI ആണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ കുട്ടികളെല്ലാം അന്വേഷിക്കണം, പ്രശ്നമില്ലാന്ന് വിചാരിച്ച്. SFI അല്ല, SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. വളരെ ഗുരുതരമായ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്തുന്ന അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അവർ പറയുന്നത് അതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സഹായം കിട്ടാൻ മകൾ പറ്റുന്ന അഴിമതിപ്പണമാണിത്. 2.7 കോടി, 2,70,00,000 ഈ നിലയിൽ വീണ വിജയൻ കൈപ്പറ്റിയെന്നാണ്. എന്നിട്ട് അന്വേഷണത്തിൻ്റെ അവസാനം ഒരു സർക്കാർ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. നാണവും മാനവും ഉണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ വർത്തമാനം പറയുന്നവരാണല്ലോ, ആ വർത്തമാനത്തിൽ വല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എപ്പോൾ രാജിവെച്ച് പോകണം? അപ്പോൾ ഇവിടെ നടക്കുന്നത് പൂർണ്ണ അഴിമതിയാണ്. ഇവർ തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ട്, ഒക്കച്ചങ്ങാതിമാരായിക്കൊണ്ട് BJPയും CPMഉം അവർ പരസ്പരം സഹായികളായി പ്രവർത്തിച്ചുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമ്മളിതിനെക്കുറിച്ച് വളരെ ശക്തമായി രാജ്യത്തെ ജനങ്ങളോട് പറയണം. ഇവർ തമ്മിലുള്ള അന്തർധാരകളാണ് ഈ നാട്ടിൽ നമ്മൾ കാണുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത്? തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പിണറായി വിജയനാണെന്ന് പറഞ്ഞത് ഞാനും നിങ്ങളുമല്ല. നമുക്ക് അന്നേ സംശയമുണ്ട്. പക്ഷേ കൃത്യമായി അതിൻ്റെ കണക്ക് പറഞ്ഞത് ഇടതുപക്ഷ സഹയാത്രികനായി 9 കൊല്ലം അവരുടെ കൂടെ നടന്ന നിലമ്പൂർ MLA PV അൻവറാണ് പറഞ്ഞത്. ADGP അജിത് കുമാറാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ പൂരം നടക്കുക, പൂരം കൊടിയേറി, കഴിഞ്ഞ കൊല്ലത്തെ പൂരം കലക്കി കൊടുത്തത് ADGP അജിത് കുമാറാണ്. അൻവറ പറയുന്നത് രാവിലെ തൊട്ടേ അനാവശ്യമായിട്ട് കുഴപ്പമുണ്ടാക്കുക, ആനക്ക് പട്ട കൊണ്ടുവന്ന പാപ്പാമാരെ പോലും വെറുതെ ലാത്തിചാർജ് ചെയ്യുക, ചടങ്ങുകളെല്ലാം വൈകിപ്പിക്കുക, എന്നിട്ട് മന്ത്രിമാർക്ക് പോലും എത്താൻ കഴിയാത്തിടത്തേക്ക് പുലർച്ചെ 3 മണിക്ക് ഒരു അവധൂതനെ പോലെ കലങ്ങിയ പൂരം നേരെയാക്കാൻ സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി വരിക അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചിത്രീകരിച്ചു കൊടുത്തു. ഈ പിണറായിയുടെ ADGPക്ക് RSSന്റെ തലവൻ ഹൊസ്ബുളെ ദത്താത്രേയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യം എന്തായിരുന്നു? റാം മാധവ് എന്ന് പറയുന്ന RSSന്റെ നേതാവുമായി ഈ ADGPക്ക്, മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ADGP അജിത് കുമാറിന് എന്തായിരുന്നു കച്ചവടം? അപ്പം നിങ്ങൾ തമ്മിലുള്ള അന്തർധാരയാണ്.
പലതും നടക്കുന്നുണ്ട്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് സുരേന്ദ്രൻ ആരാ ഊരിപ്പോരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്? 1 കൊല്ലത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ട കേസ്. പിണറായിയുടെ ഗവൺമെന്റ് 1 കൊല്ലവും 7 മാസവും കഴിഞ്ഞിട്ടും കുറ്റപത്രം കൊടുത്തില്ല. ജഡ്ജി പറഞ്ഞു, എനിക്ക് എങ്ങനെ ഞാൻ ഇയാളെ ശിക്ഷിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ, അതായത് പോലീസ്, പിണറായിയുടെ പോലീസ് ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കണം. ഇനി സമർപ്പിച്ചില്ലെങ്കിലോ ഈ സമർപ്പിച്ച കുറ്റപത്രം വൈകിയതിന് കാലതാമസം മാപ്പാക്കാനുള്ള ഹർജിയെങ്കിലും കൊടുത്തില്ല. അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള അന്തർധാരകൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ പറ്റിച്ച് 2 കൂട്ടരും മുന്നോട്ട് പോവുകയാണ്. അത് തന്നെയാണ് മൂന്നാം ഗവൺമെൻറ് വരും എന്ന് പറയുന്നത് പിണറായി ഓലെ കണ്ടിട്ടാണ്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രതയോടുകൂടി ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കണം. കേന്ദ്രവും കേരളവും ഈ രാജ്യത്തെ ജനങ്ങളെയും ഇവിടുത്തെ പ്രിയപ്പെട്ട മൂല്യങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ കള്ളക്കളികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ധാരാളം നേതാക്കന്മാരുള്ളത് കൊണ്ട് ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അവർക്കൊക്കെ സംസാരിക്കാനും സമയം വേണം. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇടതുപക്ഷവും പിണറായിയും BJPയുമായി ഒത്തുകളിക്കുകയാണ്. ആ കാപട്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇത് കേരളമാണ്. മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതിനെതിരായി പ്രവർത്തിക്കുന്ന ഏത് കപട രാഷ്ട്രീയത്തെയും തകർത്ത പാരമ്പര്യമാണ് കേരളത്തിനുള്ളതെങ്കിൽ പിണറായിയുടെ ഈ അവിശുദ്ധ ബാന്ധവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളീയ ജനത തകർത്ത് തരിപ്പണമാക്കും. ഇവിടെ നമ്മൾ ഇന്ന് ഒരു പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ നിറവിലും സന്തോഷത്തിലുമാണ്. അത് ഈ മേഖലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുമ്പോൾ ഈ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി രാജ്യത്തെ കേരള ഗവൺമെൻറ്റുകളുടെ മതേതര ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടാൻ നല്ല ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടന വേളയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഈ മേഖലയിലെ ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ, നമ്മുടെ സകല പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും നൽകിക്കൊണ്ട് ഈ ഓഫീസ് എന്നും ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ഒരു അത്താണിയായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഹ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.